ഇന്നാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നപ്പോ പതിപോലെ തന്നെ നല്ല ടയർഡായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു 7:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയത്. ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ബാഗിൽ നിന്ന് നമ്മുടെ പൗച്ചും ബുക്കും എല്ലാം എടുത്ത് നമ്മൾ ഇതേപോലെ പുറത്തോട്ട് എടുത്ത്, പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോരോ ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാന്നുള്ളത്. കാരണം എനിക്ക് പൊതുവെ ഇതുപോലെ ബുക്കൊക്കെ തുറന്നൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുമ്പോഴേക്കും എന്തെങ്കിലും ഹോംവർക്ക് പറഞ്ഞോ അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞോ എന്നുള്ളതൊക്കെ ഓർമ്മ വരാറുള്ളത്. പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒന്നും നോക്കാതെ പോയിട്ട് ഞാൻ ഹോംവർക്ക് മറന്നു അങ്ങനെ കുറെ പണികൾ പറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പൊതുവെ ടു ഡു ലിസ്റ്റ് ഒന്നും ഇടുന്ന ആളല്ല. ഇതേപോലെ അങ്ങോട്ട് മറിച്ച് വെക്കും, എന്നിട്ട് പണികളുള്ള വസ്തുക്കളൊക്കെ അങ്ങോട്ട് നീക്കി വെക്കും. എന്ന് വെച്ചാൽ കവി ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല, ഇതേപോലെ ഹോംവർക്ക് ഉള്ളതൊക്കെ സൈഡിലോട്ട് നീക്കി വെക്കും, അത്ര. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ മാത്സിൽ ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നോട്ട്ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 9th 8th ടൈമിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹോൾ ഇയർ കഴിയാനാവുമ്പോഴൊക്കെ ആയിരുന്നു. പക്ഷെ ഇത്തവണ എങ്ങനെയൊന്നല്ല, അതിന് മുന്നേ തീർന്നു. എന്തായാലും ഓണം എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ കഴിഞ്ഞാൽ മിസ് എന്തായാലും ഇന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇന്ന് ആൻസർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇത് ഓൾറെഡി പ്രിന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും കൂടി നാളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു, കാരണം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുണ്ടല്ലോ. അത് മാത്രമല്ല മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളൂ എന്നുള്ളത്. അങ്ങനെ സ്കൂളിലേക്കുള്ളതൊരു പരിവാക്കി. ഇനിയുള്ള എന്റെ അടുത്ത വിഷയം എന്താ, ഈ ഒരു ജോഗ്രഫി പഠിക്കലാണ്. സംഭവം മറന്നല്ല, സോഷ്യൽ പഠിക്കാനായിട്ട് എനിക്ക് ഒട്ടും ദിവസങ്ങളും ഇല്ല. സോഷ്യൽ ആണെങ്കിൽ അങ്ങോട്ട് അധികം പഠിച്ചിട്ടുമില്ല. അതുമാത്രമല്ല ഇന്ന് ട്യൂഷനിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതും ഈ ഒരു ജോഗ്രഫിയുടെ ചാപ്റ്റർ. ഞാൻ എന്തായാലും ഇത് പോയിട്ട് പഠിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കണ്ട.